നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നോ മെസ്സി നോ പാർട്ടി. മെസ്സി കളിച്ചില്ല, ഇന്റർ മയാമി പൊട്ടി. മോൺട്രിയിൽ അവരെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചിരിക്കുന്നു. ഈ സീസണിൽ ഇന്റർ മയാമി ആദ്യമായിട്ട് തോറ്റിരിക്കുന്നു. ഈ സീസണിൽ ഇത് 5ാമത്തെ കളിയാണ്. MLS 4ാമത്തെ കളി. MLS 2 കളി ജയിച്ചു, 1 സമനില. അങ്ങനെ നിൽക്കവേ ഈ കളി തോറ്റിരിക്കുന്നു. കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യപാദത്തിലും സമനിലയായിരുന്നു. അപ്പോൾ ആദ്യത്തെ തോൽവിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. 3-2 തോൽവി. മോൺട്രിയലിന് വേണ്ടി ആൽവരസും കൊക്കാറോയും ഇബ്രാഹിമുമാണ് ഗോളുകൾ കണ്ടെത്തിയതെങ്കിൽ ഇന്റർ മയാമിക്ക് വേണ്ടി കമ്പാനയും ജോഡി ആൽബയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ലിയോ മെസ്സി കളിക്കാതിരുന്ന മത്സരം, പക്ഷേ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കമ്പാനയും റോബ് ടൈലറും ജോഡി ആൽബയും ഒക്കെ ആദ്യ 11-ൽ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് കുക്കാറയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മോൺട്രിയിൽ തങ്ങളുടെ മുന്നേറ്റങ്ങൾ മെനഞ്ഞത്. കളിയുടെ 13ാമത്തെ മിനിറ്റിൽ തന്നെ ആൽവരസിലൂടെ അവർ ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മോൺട്രിയിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു. 2ാം പകുതിയിൽ 71ാമത്തെ മിനിറ്റിൽ കമ്പാനയിലൂടെ ഇന്റർ മയാമി ഒപ്പം പിടിച്ചതാണ്. പക്ഷേ 75ാമത്തെ മിനിറ്റിൽ കൊക്കാറോയും 78ാമത്തെ മിനിറ്റിൽ ഇബ്രാഹിമും ഗോളടിച്ചതോടെ 3-1 ലീഡിലേക്ക് മോൺട്രിയിൽ മാറി. 80ാമത്തെ മിനിറ്റിൽ ജോഡി ആൽബയിലൂടെ 1 ഗോൾ കൂടി ഇന്റർ മയാമി മടക്കിയെങ്കിലും മത്സരം തിരികെ പിടിക്കാൻ അവർക്ക് കഴിയാതെ പോയി. ഏതായാലും ലിയോ മെസ്സി കളിക്കാതിരുന്ന മത്സരം ഇന്റർ മയാമി പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇന്റർ മയാമി തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. 4 കളികളിൽ നിന്ന് മയാമിക്ക് 7 പോയിന്റ് ഉണ്ട്. അതേസമയം 3 കളികൾ കളിച്ച മോൺട്രിയിൽ, കൊളംബസ്, ന്യൂയോർക്ക് റെഡ് ബുൾസ്, ടൊറന്റോ ടീമുകൾക്ക് ഇതുപോലെ 7 പോയിന്റുകളുണ്ട് എന്നുള്ളത് കൊണ്ട് മയാമിയുടെ 1ാം സ്ഥാനം ഒട്ടും സേഫ് അല്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.